ഹലോ മച്ചമാരെ, നമസ്കാരം. ഈ പുലരി കൂടി കാണാൻ ഭാഗ്യം തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ദിനവും നന്മകൾ വർഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നമുക്ക് തുടങ്ങാം ഇന്നത്തെ പരിപാടി. ദി അൺനോൺ ക്രോണിക്കിൾസുമായി നിങ്ങളുടെ സ്വന്തം രാജ്. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ വിത്ത് റേഡിയോ ലെമൺ ലൈവ് യുകെ. നമ്മളൊരേ നാട്ടുകാരാ. ഇത് റേഡിയോ ലെമൺ ലൈവ് യുകെ. നമ്മളൊരേ നാട്ടുകാരാ. ചെകുത്താന്റെ ത്രികോണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിഗൂഢതകളും രഹസ്യങ്ങളും നിറഞ്ഞ ചെകുത്താന്റെ ത്രികോണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂടുതൽ അറിയാൻ വേണ്ടി ഗൈസ്, സ്റ്റേ ട്യൂൺ വിത്ത് റേഡിയോ ലെമൺ ലൈവ് യുകെ. നമ്മളൊരേ നാട്ടുകാരാ. വെൽക്കം ബാക്ക് ടു രാജ് അൺനോൺ ക്രോണിക്കിൾസ്. 1945 ഡിസംബർ 5-ാം തീയതി, സമയം ഏകദേശം 2 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. അമേരിക്കയുടെ 5 ബോംബർ വിമാനങ്ങൾ ഫ്ലോറിഡയിലെ നേവൽ എയർ സ്റ്റേഷനിൽ നിന്നും കിഴക്ക് ദിക്കിലേക്ക് ടേക്ക് ഓഫ് ചെയ്തു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ലെമൺ ലൈവ് യുകെ. നമ്മളൊരേ നാട്ടുകാരാ. മിഷന്റെ പേര് ഫ്ലൈറ്റ് 19. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബോംബിംഗ് പ്രാക്ടീസ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. 14 പേർ പങ്കെടുക്കുന്ന ഇതിന്റെ ലീഡർ ലെഫ്റ്റനന്റ് ചാൾസ് സി ടൈലർ എന്ന പേരുള്ള സെക്കൻഡ് വേൾഡ് വാർ വെറ്ററൻ പൈലറ്റ് ആയിരുന്നു. ധാരാളം അസോൾട്ട് ബോംബിംഗ് മിഷനുകൾക്ക് നേതൃത്വം വഹിച്ചതും പോയി പരിചയമുള്ള ഒരാൾ തന്നെയായിരുന്നു ലെഫ്റ്റനന്റ് ചാൾസ്. അന്നേ ദിവസം ഉച്ചയ്ക്ക് 3 മണി വരെയും എല്ലാ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. ആകാശവും അന്ന് പതിവിലേറെ തെളിഞ്ഞു തന്നെയാണ് കാണപ്പെട്ടത്. ഈ 5 വിമാനങ്ങളും മുകളിലൂടെ പറന്ന് ഫോർമേഷനായി പോകുന്നത് താഴെ കടലിൽ പോകുന്ന ഒരു ബോട്ടും കണ്ടിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കൃത്യം 3:45 ഫ്ലൈറ്റ് 19 നിന്നും നേവൽ ബേസിലേക്ക് ഒരു ഡിസ്ട്രസ് കോൾ വരുന്നു. ഇത് റേഡിയോ ലെമൺ ലൈവ് യുകെ. നമ്മളൊരേ നാട്ടുകാരാ. അവരുടെ വടക്ക് നോക്കി യന്ത്രം അഥവാ GPS നാവിഗേഷൻ സിസ്റ്റം ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ബേസിലേക്ക് തിരിച്ചു വരാൻ ഉള്ള വഴി അറിയില്ല. എങ്ങനെ വരണമെന്നും അവർക്ക് പിടുത്തമില്ലായിരുന്നു. ഇതായിരുന്നു ഫ്ലൈറ്റ് 19 നിന്നും ബേസിലേക്ക് വന്ന അവസാന സന്ദേശം. ഈ കോൾ വന്ന നിമിഷങ്ങൾക്കകം ഈ ഫ്ലൈറ്റ് ഫോർമേഷൻ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് തന്നെ കാണാതാവുകയായിരുന്നു. This is Radio Lemon Live UK. നമ്മളൊരേ നാട്ടുകാര. ഇവരെ അന്വേഷിച്ച് വേറെ എയർക്രാഫ്റ്റുകൾ 13 പേരടങ്ങുന്ന ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം പുറപ്പെട്ടു. ഈ വിമാനവും അതേ സ്ഥലത്തെത്തിയപ്പോൾ കാണാതാവുകയായിരുന്നു. മൊത്തം 27 പേരാണ് കാണാതായത്. ലോകത്തിലെ ഏറ്റവും വലിയ എയർ ആൻഡ് സീ റെസ്ക്യൂ ആൻഡ് സെർച്ച് ഓപ്പറേഷൻ ആയിരുന്നു അന്ന് അവിടെ നടന്നത്. പക്ഷേ അതും ഫലം കണ്ടില്ല. ഗൾഫ് ഓഫ് മെക്സിക്കോയും അറ്റ്ലന്റ് കടൽ സമുദ്രവും ഫ്ലോറിഡ കടലിടുക്കും അരിച്ചു പിറക്കിയിട്ടും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളോ ബോഡിയോ കാണാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയുടെ ബോർഡ് ഓഫ് എൻക്വയറിക്കും ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ആളുകളെ കാണാതാകുന്ന ആ ഏരിയയ്ക്ക് പിന്നീട് വീണ പേരാണ് ഇത് റേഡിയോ ലെമൺ ലൈവ് യുകെ. നമ്മളൊരേ നാട്ടുകാരാ. ഇങ്ങനെ ആളുകളെ കാണാതാകുന്ന ആ ഏരിയയ്ക്ക് പിന്നീട് വീണ പേരാണ് ബെർമുഡ ട്രയാങ്കിൾ അഥവാ ചെകുത്താന്റെ ത്രികോണം. നിഗൂഢതകൾ നമ്മൾക്കെന്നും ഇഷ്ടമാണ്. പക്ഷേ ഒരു സമയത്ത് തന്നെ ആവേശമുണ്ടാകുകയും
അതേ സമയത്ത് ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ചില നിഗൂഢതകളെയുള്ളൂ. ആ കൂട്ടത്തിൽ പെട്ടതാണ് ഈ ബർമുഡ ട്രയാങ്കിൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയുടെ തെക്കേ അറ്റത്ത് ഒരു പ്രദേശമാണ് ബർമുഡ. ബർമുഡയ്ക്കും ഫ്ലോറിഡയ്ക്കും യുറ്റോറിക്കയ്ക്കും ഇടയ്ക്ക് ഉള്ള ത്രികോണ ആകൃതിയിലുള്ള ആ ഒരു ഇടുക്കിനെയാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന വിളിപ്പേരിട്ട് വിളിക്കുന്നത്. ഏകദേശം 5 ലക്ഷം സ്ക്വയർ മൈലാണ് അതിന്റെ ഏരിയ. അതായത് അവിടെ എത്തിയാൽ നമ്മുടെ റേഡിയോ വർക്ക് ചെയ്യില്ല, മൊബൈൽ ഫോണുകൾ വർക്ക് ചെയ്യില്ല, മാഗ്നറ്റിക് കോമ്പസ് കിടന്ന് കറങ്ങും, ഒരു ഇലക്ട്രിക് ഡിവൈസ് പോലും വർക്ക് ചെയ്യില്ല. ചിലർ പറയുന്നത് അത് UFO, അതായത് അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്, അതായത് ഏലിയൻസിന്റെ വാഹനമായ സ്പേസ് ഷിപ്പുകൾ, അതിന്റെ പ്രസൻസ് കാരണമാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ്. ഈ നിഗൂഢമായ സ്ഥലം വിഴുങ്ങിയത് ഏകദേശം 75 വിമാനങ്ങളും 100-ലധികം കപ്പലുകളുമാണ്, 1000-ലധികം മനുഷ്യരെയും. നമ്മൾ ഈ പറയുന്ന ഫിഗർ ഒന്നും എക്സാക്റ്റ് അല്ല, അപ്രോക്സിമേറ്റ് കണക്കുകൾ മാത്രമാണ്. ഇത് റേഡിയോ ലെമൺ ലൈവ് UK. നമ്മളൊരേ നാട്ടുകാര. ചുഴലഴിക്കപ്പെട്ടിട്ടില്ലാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളാണ് ഇന്നും അവിടെ നിലകൊള്ളുന്നത്. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കടലിൽ മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ ഇവിടെയാണോ കപ്പലുകളും വിമാനങ്ങളും മനുഷ്യരും കാണാതാവുന്നത്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ചിലർ പറയുന്നു മീഥേൻ ഗ്യാസ് ബേസ്റ്റ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചിലർ പറയുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വേവ്സിന്റെ കളിയാണ് ഇതെന്ന് പറയുന്നു. അതോ അന്യഗ്രഹ ജീവികളുടെ വാസസ്ഥലമോ? നിങ്ങൾക്കറിയാവോ ഇതിന്റെ ഉത്തരം? This is Radio 11 Live UK. നമ്മളൊരേ നാട്ടുകാര. മീഥേൻ ഗ്യാസ് തിയറി സത്യമാണോ? ആ ഏരിയയിലുള്ള ടെക്ടോണിക് പ്ലേറ്റ്സിലെ വ്യതിയാനം ഉണ്ടാവുമ്പോഴാണ് ഈ ഭൂമിയുടെ അടിത്തട്ടിൽ അല്ലെങ്കിൽ അടിയിൽ ട്രാപ്പായിട്ടുള്ള മീഥേൻ ഗ്യാസുകൾ റിലീസാവുന്നത്. അങ്ങനെ റിലീസാവുന്ന മീഥേൻ ഗ്യാസ് വെള്ളവുമായി മിക്സ് ആകുമ്പോഴാണ് ആ വെള്ളത്തിൽ ഡെൻസിറ്റി കുറയുകയും കപ്പലുകൾ മുങ്ങിപ്പോകുന്നതും എന്നൊരു ചർച്ചയും നടക്കുന്നുണ്ട്. ഇങ്ങനെ മീഥേൻ ഗ്യാസ് ബേസ്റ്റായി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ മുകളിൽ പോകുന്ന വിമാനത്തെയും അത് വലിച്ച് ഇല്ലാതെയാക്കുന്നു. പക്ഷെ അങ്ങനെ മുങ്ങിയതിൻ്റെയോ ഒരു തെളിവുമില്ല. ഇത് റേഡിയോ ലെമൺ ലൈവ് UK. നമ്മളൊരേ നാട്ടുകാര. പല തിയറികളും പറയപ്പെടുന്നുണ്ടെങ്കിലും പക്ഷെ ഒന്നിനും തന്നെ ശാസ്ത്രത്തിന്റെ ഒരു പിൻബലമില്ലായിരുന്നു. അവസാനത്തെ ഒരു തിയറിയായിരുന്നു ഫ്രീക്വൻസി ഇല്യൂഷൻ തിയറി. ഈ തിയറി പറയുന്നത് നമ്മൾ ഒരു വസ്തുവിനെ പറ്റി കൂടുതൽ ചിന്തിച്ചാൽ അല്ലെങ്കിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ വസ്തു നമ്മളുടെ ചുറ്റിനും എവിടെ കണ്ടാലും നമ്മളുടെ ബ്രെയിൻ അതിനെ രജിസ്റ്റർ ചെയ്ത് നമ്മളെ കാണിക്കും, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുമെന്നതാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കും ഉറപ്പായിട്ടും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നമ്മളൊരു വണ്ടി വാങ്ങാൻ ആഗ്രഹിച്ച് ഒരു വണ്ടി നമ്മൾ നോക്കുന്നു ഷോറൂമിൽ പോയി, അല്ലെങ്കിൽ ആഗ്രഹത്തോടെ ആ വണ്ടിയെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പിന്നീട് റോഡിൽ കാണുന്നത് മുഴുവനും ആ വണ്ടികളും അതേ കളറിലുള്ള വണ്ടികളുമായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കിങ്ങനെ സംഭവിക്കാറുണ്ടോ? ഇതിന് പറയുന്ന പേരാണ് ഫ്രീക്വൻസി ഇല്യൂഷൻ എന്ന്. അതുകൊണ്ടാണ് ബർമുഡ ട്രയാങ്കിൾ ഇത്ര അപകടങ്ങൾ നടക്കുന്നുവെന്ന് ജനം ഉറ്റുപറയുന്നത്. This is Radio 11 Live UK. നമ്മളൊരേ നാട്ടുകാര. മലേഷ്യൻ വിമാനം കാണാതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ മലേഷ്യൻ വിമാനം കാണാതായത് ബർമുഡ ട്രയാങ്കിളിലാണോ? അല്ല, ഒരിക്കലുമല്ല. ജനങ്ങൾ ആ ഏരിയയെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കങ്ങനെ തോന്നുന്നത്.
US കോസ്റ്റൽ ഗാർഡ് പോലും പറയുന്നത് അവിടെ അങ്ങനെയൊന്നുമില്ല, ബർമുഡ ട്രയാങ്കിളിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു സ്ഥലം തന്നെയാണ്. അവരതിനെ ഒരു നോർമൽ കടലിൽ നടക്കുന്ന ഒരു അപകടമായിട്ടേ ഇതിനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ പലരും പറയുന്നത് പലതാണ്. കടലെന്ന് പറയുന്നത് ഒരു വിശാലമായി കിടക്കുന്ന ഒരു വലിയ സംഭവമാണ്. അതിൽ മുങ്ങിപ്പോകുന്ന പലതും തിരയുക എന്ന് പറയുന്നത് അസംഭവമാണ്. അറ്റ്ലാന്റ കടൽ സമുദ്രത്തിന് കുറുകെ സോളോ ആയിട്ട് പറത്തിയ പ്രശസ്തമായ ഒരു അമേരിക്കൻ ഏവിയേറ്റർ ആയിരുന്നു അമേരി കാണാതായതും ബർമുഡ ട്രയാങ്കിളിലാണോ? അല്ലായിരുന്നു. ആ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളോ ബോഡിയോ ഇതുവരെയും കിട്ടിയിട്ടുമില്ല. സമുദ്രം എന്ന് പറയുന്നത് ഒരു വിശാലമായ ലോകമാണ്. കടലിന്റെ അടിയിൽ കിടന്ന് തുരുമ്പ് പിടിക്കുന്നതിന്റെ കണക്കുകൾ ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ ബർമുഡ ട്രയാങ്കിളിലെ കഥ പലരും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം പടച്ചുവിടുന്നതാണ്. ഇതാണ് എനിക്ക് റിസർച്ച് നടത്തിയപ്പോൾ കിട്ടിയതും പടച്ചുവിടുന്ന ഒരു മിസ്റ്ററി ആണെന്നുമാണ് ഞാനിതിന് പറയേണ്ടി തന്നെ വരും. ഇത് റേഡിയോ ലെമൺ ലൈവ് UK. നമ്മളൊരേ നാട്ടുകാര. ഇതുവരെയും ശാസ്ത്രത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണോ ഇതിന്റെ സത്യങ്ങളെന്നോ ഇതിന് ഒരു അടിസ്ഥാന തെളിവുകളുമില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നും ശാസ്ത്രം മുട്ടുകുത്തി നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ബർമുഡ ട്രയാങ്കിൾ എന്നുള്ളത് ആണ് സത്യം. ഇത് റേഡിയോ ലെമൺ ലൈവ് UK. നമ്മളൊരേ നാട്ടുകാര. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യേണ്ടതാണ്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് 07516751617 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ ബർത്ത്ഡേ വിഷുകളും മെസ്സേജുകളും അതുപോലെ നിങ്ങളുടെ പരിഭവങ്ങളും പരാതികളും കമന്റുകളും ഒക്കെ ഞങ്ങളെ അയക്കുക. എല്ലാ പ്രോഗ്രാമിനെയും പറ്റി നിങ്ങൾ ഫീഡ്ബാക്ക് തരുന്നുണ്ട്. തന്ന അത്രയും ഫീഡ്ബാക്കുകൾക്കും നന്ദി. വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും മനസ്സ് നിറയെ ഞങ്ങളെ ഏറ്റുവാങ്ങുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷവുമുണ്ട്. അതുപോലെ ഒത്തിരി പോസിറ്റീവ് ഫീഡ്ബാക്സ് ഞങ്ങൾക്ക് വന്നിരുന്നു. വളരെ സന്തോഷമുണ്ട്. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ വിത്ത് റേഡിയോ ലെമൺ ലൈവ് UK. നിങ്ങളോടൊപ്പം ഉള്ളത് ഇത് രാജാണ്. നമ്മളൊരേ നാട്ടുകാര. ദിസ് ഈസ് റേഡിയോ ലെവൻ ലൈവ് UK. നമ്മളൊരേ നാട്ടുകാര. അബ്ദുൽ കലാം ജിയുടെ വാക്കുകൾ ഞാനൊന്ന് കടമെടുക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം അല്ലെങ്കിൽ ആ ഫയർ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല ജീവിതത്തിൽ. അതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഷോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇന്ന് കേട്ട എപ്പിസോഡും മുൻപ് കേട്ട എപ്പിസോഡുകളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ ലെമൺ ലൈവ് UK. നമ്മളൊരു നാട്ടുകാര. നിങ്ങളോടൊപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം രാജ്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ നല്ല കൂട്ടുകാർക്കും ഒരു ശുഭദിനം നേരുന്നു.